വെൽക്കം ബാക്ക്. ഇപ്പം ഏകദേശം ഇവിടെ ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം മുട്ട വെച്ചിട്ട് എന്തെങ്കിലും കറി കൂട്ടി ചോറ് വയ്ക്കാൻ. അപ്പോൾ നമ്മളെപ്പോഴും മുട്ട ചിക്ക് അല്ലെങ്കിൽ മുട്ട പൊരിക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ടൊരു മുട്ട ബുർജി ഉണ്ടാക്കിയാലോ. മുട്ട ബുർജി എന്നായിട്ട് ആരും പേടിക്കണ്ട, നമ്മൾ സാധാരണ മുട്ട തുറന്നില്ലേ അത് തന്നെ കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കറിയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ മുട്ട ബുർജി. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്, ഇപ്പം എനിക്ക് മാത്രം കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ. അപ്പം മുട്ട ബുർജിക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയാണ് കേട്ടോ ഐറ്റംസ്. അപ്പം ഫസ്റ്റ് എന്തായാലും മുട്ട വേണം. ഇപ്പം ഞാൻ ഒരാളുള്ളതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തോളൂ കേട്ടോ. പിന്നെ ഒരു ഹാഫ് പോർഷൻ നമ്മുടെ ടൊമാറ്റോ, പിന്നെ സവാള ഞാൻ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കൂട്ടാട്ടോ. പിന്നെ ഇച്ചിരി ഇഞ്ചി, പിന്നെ കരിവേപ്പില, പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, പെട്ടെന്ന് ഇതിൻ്റെ പേര് പറഞ്ഞുപോയി, ഇപ്പോഴും ഓർമ്മ വന്നത് മല്ലിയില. അപ്പം മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, മുട്ട ബുർജിക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത്രയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് സെറ്റാക്കാം. അപ്പം നമ്മൾ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, പിന്നെ മല്ലിയില ഇത്ര നമ്മൾ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടയും അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ ഈ സവാള. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുമേ. അപ്പം എനിക്ക് തോന്നിയതൊന്ന് ഒന്ന് വഴന്നിട്ടുണ്ടേ. അപ്പം അടുത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പം രണ്ടും ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. വേന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു മണമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഈ ഒരു വഴന്ന് വരുന്ന മണം. നമുക്ക് മണം ഈ സ്മെല്ലടിക്കുമ്പോഴേ കഴിക്കാൻ തോന്നും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കരിവേപ്പില ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടമനുസരിച്ച് ഇടാം കേട്ടോ. ഇത് കരിവേപ്പില ഇച്ചിരി ക്ഷാമമാണ്, കടയിൽ നിന്നാണ് വാങ്ങിക്കണേ. ഇപ്പം വീട്ടിലുള്ളവർ അതിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ചുകൂടെ മണമൊക്കെ കുറച്ച് അടി പിടിച്ച് നമ്മളൊന്ന് മാറിയപ്പോൾ തീ കുറച്ചിടാം കേട്ടോ. ഒന്ന് കണ്ണ് വെട്ടിയതാ, പക്ഷെ അത് അത്രയ്ക്കൊന്നും അടിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. കളറ് വന്നേ ഉള്ളൂ. നമുക്കിതിനകത്തോട്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി പൗഡർ ഇല്ലാത്തവർ സാധാ മുളക് പൊടി കുറച്ച് കൂടുതലിടേണ്ടി വരും കേട്ടോ. എരിവ് ആവശ്യത്തിന്, എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതലിടുക.
അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിടുമ്പോൾ കുറച്ചൊരു മീറ്റിൻ്റെയൊക്കെ ഒരു മണം വരും, ഒരു ടേസ്റ്റും ഒക്കെ വരും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. മുട്ടയ്ക്ക് നമ്മൾ ഉപ്പിടാതെ അടിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിനകത്ത് ഉപ്പിടാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ആക്ച്വലി ഇത് 2 മുട്ടയ്ക്കോളം മസാല ഉണ്ട്. അപ്പോൾ നമുക്ക് 1 മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മസാലയുടെ കുത്തൽ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ബുർജിയുടെ ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കാൻ കേട്ടോ. ഇനി കുറച്ച് മല്ലിയില ഒന്ന് നമുക്ക് വിതറി കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മല്ലിയിലയുടെ ആ ഒരു മണവും ആ ഒരു സ്വാദും ഒക്കെ നമ്മുടെ ബുർജിക്കകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട ബുർജി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചോറിൻ്റെ കൂടെ ഇത് കഴിച്ച് നോക്കാം ടേസ്റ്റ്. അപ്പം ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. എങ്ങനെയാണ് നോക്കട്ടെ. സൂപ്പർ. ഞാൻ ഉണ്ടായിക്കൊണ്ട് പറയല കേട്ടോ. കൊള്ളാം, സീരിയസ്ലി കൊള്ളാം. നമ്മുടെ മല്ലിയിലയുടെ ഒരിത്, അത് മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മല്ലിയില ഇത് ഓക്കെയാണ്, കുറച്ചും കൂടെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. പക്ഷെ നല്ല എരിവും ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട് കേട്ടോ. കൊള്ളാം, സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ. ബൈ.